ഐഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOSഉം ആൻഡ്രോയിഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം മിക്കവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ iOS കുറച്ചുകൂടെ ലോക്ക്ഡ് ആയ ഒരു സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയ ഒരു കാര്യമൊക്കെ തന്നെയാണെങ്കിലും iOSനകത്ത് കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ നല്ലോണം ഉപയോഗിക്കുവാണെങ്കിൽ ഈ ഐഫോൺസിന്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിലേക്ക് മാറ്റാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു 10 ഫീച്ചേഴ്സാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് മൾട്ടി സെലക്ട് ആണ്. അപ്പോൾ മൾട്ടി സെലക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് ഫോട്ടോസ് ആപ്പിനകത്തും നമ്മുടെ ഹോം സ്ക്രീനിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഫോട്ടോസ് ആപ്പിനകത്ത് മൾട്ടി സെലക്ടിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസിന് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ്ലി ഒരേ കണക്കന്നെ പോകണമെന്നില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ട് അടുത്ത സെക്ഷനിൽ പോയിട്ട് വേറെ കുറച്ച് ഫോട്ടോസ് കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ മൾട്ടിപ്പിൾ ഫോട്ടോസ് എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോസ് ആപ്പിനകത്ത് നമ്മൾ മൾട്ടി സെലക്ട് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആപ്സും ഇത് കണക്ക് ഗ്രൂപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഹോം സ്ക്രീൻ എഡിറ്ററിലേക്ക് കയറുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ ആപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം വേറെയുള്ള ആപ്സിനകത്തേക്ക് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഈ ആപ്പ് എല്ലാം കൂടെ സ്റ്റാക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാറ്റി വേറൊരു ഹോം സ്ക്രീൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ക്രീനിൽ കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് സോർട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മൾട്ടി സെലക്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി സെലക്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫോട്ടോസ് ആപ്പിനകത്താണ് വരുന്നത്. അപ്പോൾ ഫോട്ടോസ് ആപ്പിനകത്തുള്ള ഫീച്ചർ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ ലുക്കപ്പ് ആണ്. അതും വിഷ്വൽ ലുക്കപ്പ് ഏതാണ്ട് ഒരു AI ഫീച്ചർ കണക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ഐ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഐക്കകത്ത് 2 സ്റ്റാറും കൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വിഷ്വൽ ലുക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആ ഐ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലുക്കപ്പിനകത്ത് കാണിക്കും. അപ്പോൾ അതൊരു ഫുഡ് ഐറ്റം ആണെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കുറച്ച് റിസൾട്ടും കാണിക്കും, എന്ത് ടൈപ്പ് ആണെന്നുള്ളത്. അതിനൊക്കെ ഫുഡ് ഐറ്റം തന്നെ ആവണമെന്നില്ല. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെ അവിടെയും നിനക്ക് ലുക്കപ്പ് ഉണ്ട്. അപ്പോൾ ആ ലുക്കപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്ഥലം എന്തുവാണെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കുറച്ച് ലാൻഡ്മാർക്ക് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അത് ഈ ഒരു ഫീച്ചർ വെച്ച് നിങ്ങൾക്ക് ആ ഫോട്ടോയ്ക്കകത്തുള്ള ഡീറ്റെയിൽസ് കുറച്ചും കൂടി എളുപ്പത്തിൽ സെർച്ച് ചെയ്യുന്ന കണക്ക് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വിഷ്വൽ ലുക്കപ്പ് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സൂം ആണ്. ഇപ്പോൾ ഫോട്ടോ സൂം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ എഡിറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ എഡിറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എഡിറ്റ് പോയി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ ഫോട്ടോ സൂം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മേളിൽ കാണാൻ പറ്റും ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ഞെക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ നമ്മളിപ്പോൾ സൂം ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പോർഷൻ മാത്രം ക്രോപ്പായി കിട്ടും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് ഫോട്ടോസ് ആപ്പിനകത്ത് ഒന്ന് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഫീച്ചർ, മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ക്യാമറ ആപ്പിനകത്താണ് വരുന്നത്, അല്ലെങ്കിൽ ക്യാമറ വെച്ചുള്ളൊരു ഫീച്ചർ എന്ന് പറയാൻ പറ്റും. അത് നമുക്ക് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ്. അതെന്ന് പറഞ്ഞാൽ നോട്ട്സ് ആപ്പിലും ഉണ്ട്, മെസ്സേജ് ആപ്പിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നോട്ട്സ് ആപ്പിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, ആപ്പിളിൻ്റെ സ്റ്റോക്ക് നോട്ട്സ് ആപ്പിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്യാമറ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ അത് ഞെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിനകത്ത് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റിനകത്തുള്ള ടെക്സ്റ്റ് മാത്രം സ്കാൻ ചെയ്തെടുക്കുകയും ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഫുൾ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യണമെങ്കിൽ ഈ സ്കാൻ ഡോക്യുമെന്റ് ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. അതല്ല ടെക്സ്റ്റ് മാത്രമാണ് വേണ്ടതെങ്കിൽ സ്കാൻ ടെക്സ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതല്ലാതെ നമുക്ക് ഇതേ കാര്യം അല്ലെങ്കിൽ ഇതേ കണക്കത്തൊരു കാര്യം തന്നെ മെസ്സേജ് ആപ്പിനകത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ മെസ്സേജിങ് ഫീൽഡിനകത്ത് നിങ്ങൾ ഞെക്കി പിടിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഓട്ടോ ഫിൽ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കാൻ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ക്യാമറ ആപ്പ് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചർ, അല്ലെങ്കിൽ എനിക്ക് വളരെ ഗുണകരമായ ഒരു ഫീച്ചറായിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നാലാമത്തേലേക്ക് പോവുകയാണെങ്കിൽ നാലാമത്തതും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്, അത് മീഡിയ പോസ് ടൈമർ എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ടൈമർ എന്തായാലും ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അത് നമുക്ക് ക്ലോക്ക് ആപ്പിനകത്ത് തന്നെയാണ് വന്നേക്കുന്നത്. അതും ഈ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മീഡിയ പോസ് ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീഡിയ പ്ലേ ചെയ്യുന്നതിന് നമുക്ക് ടൈമർ വെച്ച് ഒരു സ്പെസിഫിക് ടൈം കഴിയുമ്പോഴത്തേക്കും നിർത്താൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു ഓഡിയോ ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു അരമണിക്കൂർ കഴിഞ്ഞ് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലോക്കിനകത്ത് ടൈമേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെൻ ടൈമർ എൻഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് പ്ലേയിങ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ ടൈമർ എൻഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളുടെ ടൈമർ 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ ആ ടൈമർ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തോ മീഡിയ ആണോ പ്ലേ ആവുന്ന അതങ്ങ് പോസ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ആണ്. അതായത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷിന് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനേബിൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിംഗ്സ് ആപ്പിലേക്ക് പോകണം. സെറ്റിംഗ്സ് ആപ്പിൽ പോയതിന് ശേഷം ആക്സസിബിലിറ്റി എടുക്കുവാണെങ്കിൽ അതിനെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഡിയോ ആൻഡ് വിഷ്വൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ പോവുകയാണെങ്കിൽ അവിടെ LED ഫ്ലാഷ് ഫോർ അലേർട്ട്സ് എന്നൊരു കാര്യമുണ്ട്.
അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിനകത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ അലേർട്ട് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ഡൗൺ വെക്കുവാണ്, അതായത് നിങ്ങൾ ഡിസ്പ്ലേ സൈഡ് ഫേസ് ഡൗൺ വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വൈബ്രേഷൻ വേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈ ഒരു ഫ്ലാഷ് അലേർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് പല നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലൈറ്റിൻ്റെ രീതിയൊന്നും മാറത്തില്ല, പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാവും. അതിപ്പോൾ കോൾ ആവാം, മെസ്സേജ് ആവാം, എന്തും ആവാം. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 6ാമത്തെ ഫീച്ചറിലേക്ക് പോകാം. അപ്പോൾ 6ാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ ടു വെബ് പേജ് ആണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ് പേജ് ഓപ്പൺ ആയിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വെബ് പേജിനകത്ത് തന്നെ റീഡർ മോഡിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലിസൺ ടു പേജ് എന്നൊരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ പേജിൽ എന്തുകൊണ്ടോ ഉള്ളത് അത് അവർ നമുക്ക് വായിക്കുന്ന രീതിയാണ്. അതായത് നമുക്കൊരു ഓഡിയോ ബുക്ക് കണക്ക് തന്നെ ആ പേജിലുള്ള കണ്ടന്റ് അവർ വായിച്ചു തരും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 6ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി 7ാമത്തത് സ്പോട്ട് ലൈറ്റ് സെർച്ച് ആണ്. അപ്പോൾ സ്പോട്ട് ലൈറ്റ് സെർച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ ഫോണിനകത്ത് തന്നെ നമ്മുടെ മെയിൻ സ്ക്രീനിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ഡൗൺ ജസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് സെർച്ചിലേക്ക് പോകും. അപ്പോൾ സ്പോട്ട് ലൈറ്റ് സെർച്ച് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യമല്ല, പക്ഷേ സ്പോട്ട് ലൈറ്റ് സെർച്ചിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്പോട്ട് ലൈറ്റ് സെർച്ച് വെച്ച് നിങ്ങൾ സാധാരണ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആപ്പ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ മാത്രമല്ല, അതിന് പകരം നമുക്ക് ചില സെറ്റിംഗ്സ് ഒക്കെ ടോഗിൾ ചെയ്യാനും പറ്റും. അത് നിങ്ങൾക്ക് ബ്ലൂടൂത്തിൻ്റെ സെറ്റിംഗ് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ ബ്ലൂടൂത്ത് എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആ ബ്ലൂടൂത്തിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും, അത് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ മൊബൈൽ ഡേറ്റ ഇതങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും, വൈഫൈ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് പെട്ടെന്നൊരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ തന്നെ കാൽക്കുലേറ്റർ ആപ്പിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ അതും സ്പോട്ട് ലൈറ്റ് സെർച്ച് വഴി തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, സ്പോട്ട് ലൈറ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ളൊരു സെർച്ച് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് സ്പോട്ട് ലൈറ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് വെബ് ബേസ്ഡ് കാര്യങ്ങളും നല്ലോണം തന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ലൈറ്റ് സെർച്ച് ആണ് 7ാമത്തെ ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി 8ാമത്തെ ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ അത് ഡ്രാഗിങ് ആൻഡ് ഡ്രോപ്പിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഷെയർ ഓപ്ഷൻ ഒന്നും എടുത്ത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ ആ ഷെയർ ചെയ്യേണ്ട സാധനത്തിന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ സ്വൈപ്പ് ഡൗൺ ചെയ്ത് ഹോം സ്ക്രീനിൽ പോയിട്ട് ഏത് മെസ്സേജ് ആപ്പ് വഴിയാണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് ആ മെസ്സേജ് ആപ്പിൽ കയറുക. ആ മെസ്സേജ് ആപ്പിൽ കയറിയതിന് ശേഷം അവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി തന്നെ അവിടെ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതായത് ആ ഒരു കാര്യം അവിടെ പേസ്റ്റ് ആവും, നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വെബ് ലിങ്കോ എന്നൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ വെബ് പേജ് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ് പേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെബ് പേജിൽ നിന്ന് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ആ വെബ് പേജിൻ്റെ ആ ടാബിൽ നിന്ന് ആ വെബ് പേജിൻ്റെ ലിങ്ക് അങ്ങ് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് ആപ്പിൽ പോയിട്ട് അവിടെ നമുക്ക് ഡയറക്റ്റ്ലി പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഡ്രാഗിങ് ആൻഡ് ഡ്രോപ്പിങ്ങിനകത്ത് വെച്ച് തന്നെ ഒരു പോർട്രേറ്റ് ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു സബ്ജക്റ്റിനെ മാത്രം നമുക്ക് എടുത്ത് സെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത, അതായത് 9ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ കേട്ടൊരു കാര്യം തന്നെ ആയിരിക്കും, iOS 17-നകത്തുള്ളതാണ്. പ്രത്യേകിച്ചും iOS 17.4 ശേഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്തെന്ന് അറിയായിരിക്കും. അതും സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. അതായത് നമ്മുടെ നിന്ന് ഫോൺ കളഞ്ഞു പോയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ഒന്ന് മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല, പാസ്കോഡ് വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടേക്കുന്നത് എപ്പോഴും നല്ല തന്നെയാണ്. അത് എനേബിൾ ചെയ്യേണ്ട ഇങ്ങനെയാണ്, നിങ്ങൾ ഫേസ് ഐഡി ആൻഡ് പാസ്വേഡിൽ പോയിട്ട് അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നൊരു സെറ്റിംഗ് കാണാൻ പറ്റും. അപ്പോൾ അത് എടുക്കാൻ നേരത്ത് അവിടെ ആ ഒരു കാര്യം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഓൺ ആവും. അത് നമുക്ക് 2 രീതി ഓൺ ചെയ്യാൻ പറ്റും. എവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷൻസും ഉണ്ട്, ഓൾവേസ് അലോ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഓൾവേസ് ആണ് കൊടുത്തിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സെറ്റിംഗ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഈ ഫോണിനെ റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതും ഈ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ടുള്ളതാണ്. അതായത് നമുക്കൊരു സെക്യൂരിറ്റി കൂടിയൊരു ഫീച്ചർ കണക്കാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് 9ാമത്തെ യൂസ്ഫുൾ ആയ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഫീച്ചറാണ്. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന തന്നെ ആയിരിക്കും, കീബോർഡ് ട്രാക്ക് പാഡ് ആണ്. അത് ഈ ഫീച്ചർ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ കീബോർഡിനകത്ത് നമുക്ക് കീബോർഡിന് ഒരു ട്രാക്ക് പാഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതും ഇത് ഫേമസ് ആയ ഒരു സമയം എന്ന് പറയുന്നത് iPhone 6s ഇറങ്ങിയ സമയത്ത് 3D ടച്ച് ഫേമസ് ആയിരുന്ന സമയത്ത് നമുക്ക് ആ 3D ടച്ചിന്റെ ഫീച്ചറിനകത്ത് വളരെ ഹൈപ്പായിട്ട് കാണിച്ചൊരു കാര്യമാണിത്. പക്ഷെ ഇപ്പോൾ നമുക്ക് 3D ടച്ച് ഉള്ള ഫോൺസ് ഇല്ല, 3D ടച്ച് ഉള്ള ഐഫോൺസ് ഇല്ല. അതിന് പകരം ഹാപ്റ്റിക് ടച്ച് ആണ് ഉള്ളത്. അപ്പോൾ ഹാപ്റ്റിക് ടച്ച് ഉള്ള ഒരു ഐഫോൺ ആണ് നിങ്ങളിൽ ഉള്ളതെങ്കിലും നിങ്ങളിപ്പോൾ ഒരു കീബോർഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പേസ് ബാർ നിങ്ങൾ ഞെക്കി പിടിക്കുകയാണെങ്കിൽ ആ കീബോർഡ് എന്ന് പറയുന്നത് ഒരു ട്രാക്ക് പാഡ് കണക്കാവും. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഹൈലൈറ്റർ ഉണ്ടല്ലോ, ആ ഒരു ഹൈലൈറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ആ എറർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ ആ ഒരു സ്പെസിഫിക് പോർഷനിലേക്ക് ഈ ട്രാക്ക് പാഡ് ഉപയോഗിച്ച് പോകാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് അത് ഈസിയായിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ 10 ഐഫോൺ ഫീച്ചേഴ്സാണ് നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യുന്നത്. അതും എന്നാൽ ചില ഫീച്ചേഴ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന തന്നെ ആയിരിക്കും, ചിലർക്ക് നിങ്ങൾക്ക് പുതിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. അതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുകൂടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തുള്ള കാണാം. അതുവരെ ബൈ.